ഇപ്പോൾ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച അനന്തു കൃഷ്ണന്റെ മൃതദേഹം അനന്തു പഠിച്ച സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും അനന്തുവിനെ കാണുന്നതിന് വേണ്ടി സഹപാഠികൾ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത് അവിടെ കാണാനാകുന്നുണ്ട്. പ്രത്യേക പന്തൽ ഉൾപ്പെടെ അവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ സ്കൂളിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് അനന്തു 10ാം ക്ലാസ്സിലെ അധ്യയന വർഷം ആരംഭിച്ചത്. പക്ഷേ സ്കൂൾ തുറന്ന് ഇന്നിപ്പോൾ 8ാം ദിവസം അനന്തുവിൻ്റെ ചേതനയറ്റ ശരീരമാണ് ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ്. സ്കൂളിൽ നിന്ന് വിലാപയാത്രയായിട്ടായിരിക്കും പൊതുദർശനത്തിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുക. സ്കൂളിലായിരിക്കും ആദ്യത്തെ പൊതുദർശനം ഉണ്ടാവുകയും ചെയ്യുക. അനന്തു പഠിച്ചിരുന്നത് മണിമൂളിയിൽ CKHSS സ്കൂളിലായിരുന്നു. നിലമ്പൂർ വഴിക്കടവിൽ തന്നെയുള്ള മണിമൂളിയിൽ CKHSS സ്കൂളിലേക്കാണ് അനന്തുവിൻ്റെ ചേതനയേറ്റ ശരീരം കൊണ്ടുവന്നിരിക്കുന്നത്. കരച്ചിലെടുക്കാനാവാതെ പൊട്ടിക്കരയുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാണാം. 15 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെയാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായത്. സ്ഥിരമായി മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അനന്തുവിൻ്റെ സുഹൃത്ത് മനീഷ നേരത്തെ പറഞ്ഞത്. അവിടെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ എത്രത്തോളം നോവാണ് ആ കാഴ്ച നൽകുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാവുകയാണ്. ഇപ്പോൾ സ്കൂളിൽ പൊതുദർശനം നടക്കുകയാണ്. എങ്ങനെയാണ് ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അത് ഉൾക്കൊള്ളുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. ബിന്നിൽ ലീല സാബുവാണ് മണിമൂളി CKHSS സ്കൂളിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ബിന്നിൽ എന്തൊരു കാഴ്ചയാണ്, എന്തൊരവസ്ഥയാണ്? ഏറെ നേരം മുന്നേ തന്നെ ഒപ്പം പഠിച്ച വിദ്യാർത്ഥികൾ ഇവിടെ ഈ സ്കൂളിലേക്ക് എത്തിയതാണ്. ഈ മൃതദേഹം ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ അവരുടെ കണ്ണുകളൊക്കെ ഈർന്നണിഞ്ഞിരുന്നു. പല വിദ്യാർത്ഥികളും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വരെ ഒപ്പം പഠിച്ച സുഹൃത്താണ്, സഹപാഠിയാണ്. അവനെയാണ് ഈ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അധ്യാപകരുണ്ട്, പഠിപ്പിച്ചിരുന്ന പ്രധാന അധ്യാപകരുണ്ട്. അവരൊക്കെ വളരെ ആ ചേതനയേറ്റ ശരീരം നോക്കി വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ അല്പസമയം മാത്രമാകും ഈ പൊതുദർശനം ഉണ്ടാവുക. നേരത്തെ ഇവിടേക്ക് കൊണ്ടുവരില്ല, ചില സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പോലീസുകാർ, ഉദ്യോഗസ്ഥർ, DVSP അടക്കം പറഞ്ഞിരുന്നത്. പിന്നീട് നിരന്തരം ഈ സ്കൂളിലെ PTA ഭാരവാഹി ഉൾപ്പെടെ പോലീസുമായി സംസാരിച്ചു. ഏറെ വിദ്യാർത്ഥികൾ, ഇന്ന് പ്രവൃത്തി ദിവസമല്ല, ഞായറാഴ്ചയാണ്, എന്നിട്ടും ഒപ്പം പഠിച്ച വിദ്യാർത്ഥികളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഇവിടേക്ക് അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അവൻ അവസാനമായി പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തിക്കണം, ഈ സ്കൂളിൽ അവനെ എത്തിക്കണമെന്ന ആവശ്യം അധ്യാപകർ മുന്നോട്ട് വെച്ചു. ഏറ്റവും ഒടുവിലാണ് ഇവിടെ സ്കൂളിലേക്ക് കൊണ്ടുവരാം, അല്പസമയം ഇവിടെ പൊതുദർശനം അനുവദിക്കാമെന്ന് അറിയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് മൃതദേഹം അല്പസമയം മുമ്പ് ഈ ആംബുലൻസിൽ ഇവിടേക്ക് കൊണ്ടുവന്നത്. നേരത്തെ തന്നെ പന്തലൊക്കെ സജ്ജീകരിച്ചിരുന്നു. അതിന് താഴെയാണ് ഇപ്പോൾ അനന്തുവിന്റെ മൃതദേഹം ഇവിടെ കിടത്തിയിരിക്കുന്നത്. കുട്ടികളൊക്കെ, ഒപ്പം പഠിച്ച വിദ്യാർത്ഥികളൊക്കെ, സഹപാഠികളൊക്കെ വന്ന് അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുകയാണ്. പലർക്കും ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. പ്രധാന അധ്യാപകനും അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകരും ഒക്കെ കണ്ണീരണിഞ്ഞാണ് അവനെ അവസാനമായി യാത്രയാക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ ദിവസം വരെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്താണ്, സഹപാഠിയാണ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്. അവനെയാണ് നഷ്ടമായത്. എന്തായാലും ഇതിനുശേഷമാകും, ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷമാകും വീട്ടിലേക്ക് കൊണ്ടുപോവുക. അവിടെ അന്തിമോപചാര ചടങ്ങുകളൊക്കെ ഉണ്ടാകും. അതിനുശേഷമാകും മൃതദേഹം സംസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഏറെ നിർഭാഗ്യകരമാണ്. കാരണം വൈകുന്നേരം സുഹൃത്തുക്കളൊപ്പം, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ, കുട്ടികളാണ്, അവർക്കൊപ്പം കളിച്ചതിന് ശേഷം മീൻ പിടിക്കാൻ വേണ്ടിയാണ്, അവർ ഏറെ പരിചിതമായ വഴിയാണ്, ഇടമാണ്, തോടാണ്, അവിടെയാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഷോക്കേറ്റ് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ നേരത്തെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുവും സുഹൃത്തും കൂടിയായിട്ടുള്ള മനീഷിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വെള്ളത്തിലേക്ക് ഷോക്കേറ്റ് വീഴുകയായിരുന്നു, രക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ മനീഷ് ഏറെ വൈകാരികതയോടെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നതാണ്. ഒപ്പം മറ്റൊരു ബന്ധു കൂടി ഉണ്ടായിരുന്നു, യദുകൃഷ്ണൻ. യദുവിനും ഷോക്കേറ്റു, ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ അനന്തുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏറെ നിർഭാഗ്യകരമാണ്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ആ മാതാപിതാക്കൾ അവനെ വളർത്തിയിട്ടുണ്ടാവുക. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ,
ഒടുവിൽ ഒരു കെണിയിൽപ്പെട്ട് അല്ലെങ്കിൽ വൈദ്യുതാഘാതമേറ്റ് അവന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഇവിടെ ഈ സ്കൂളിൽ ഇപ്പോൾ അന്തിമോപചാരം അല്ലെങ്കിൽ ആ പൊതുദർശനം അത് തുടരുകയാണ്. അധികം വൈകില്ല, അല്പസമയം മാത്രമേ ഇവിടെ ഇത് കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ഇവിടെ പൊതുദർശനം സ്കൂൾ അധികൃതരും അധ്യാപകരും PTA ഭാരവാഹികളും ആവശ്യപ്പെട്ടിട്ടും ഇവിടേക്ക് ആദ്യം കൊണ്ടുവരാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് നേരത്തെ നമുക്കറിയാം, ഇന്നലെ അടക്കം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ എന്താകും സ്ഥിതി എന്ന മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായുള്ള ആവശ്യം പോലീസ് അംഗീകരിക്കുകയായിരുന്നു. കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, ഒപ്പം പഠിച്ച സഹപാഠികൾ. നമ്മൾ നേരത്തെ കുട്ടികളോട് സംസാരിച്ചു. അപ്പോൾ ചില വിദ്യാർത്ഥികളൊക്കെ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരൊപ്പം പഠിക്കുന്നവരല്ല, പക്ഷേ അവനേറെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വരിക. എല്ലാവരും ഇടപെടുന്നത് അങ്ങനെയാണെന്നാണ് ആ കുട്ടികളൊക്കെ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല അധ്യാപകരടക്കം പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, അധ്യാപകരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും ഒക്കെ കണ്ണുകൾ ഈർന്നണിഞ്ഞിട്ടുണ്ട്. അവർ കണ്ണീർ വാർത്താണ് ഏറ്റവും ഒടുവിൽ അവനെ യാത്രയാക്കുന്നത്. അതുതന്നെ അവന്റെ ആ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. തെളിവ് വേറെ വേണ്ടല്ലോ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് ഇവിടെ നിന്നും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയാകും ഈ അന്തിമോപചാരം. അവിടെയും ആളുകൾക്ക് അവസാനമായി അവനെ ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും. അതിനുശേഷമാകും ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ബിനിൽ ഏറ്റവും ബുദ്ധിമുട്ടോടെയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം അതാർക്കും സഹിക്കാനാകുന്ന കാഴ്ചയല്ല, ഒരു മനുഷ്യനും സഹിക്കാനാവുന്ന കാഴ്ചയല്ല. പ്രത്യേകിച്ച് സ്കൂൾ തുറന്നിന്ന് 8ാമത്തെ ദിവസം മാത്രമാവുകയാണ്. യഥാർത്ഥത്തിൽ അധ്യയന വർഷം തുടങ്ങിയ ആദ്യത്തെ ഞായറാഴ്ചയാണ്, ആദ്യത്തെ അവധി ദിവസമാണ്. ആദ്യത്തെ അവധി ദിവസം തന്നെ ചേതനയേറ്റ ശരീരമായിട്ടാണ് അനന്തു കൃഷ്ണൻ ആ സ്കൂളിലേക്ക് അവിടെ എത്തുന്നത്. നോക്കൂ, അവിടെ കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കണ്ണിലൂടെ കണ്ണീര്, യഥാർത്ഥത്തിൽ സങ്കടം, രോഷമെല്ലാം തന്നെ അണപൊട്ടി ഒഴുകുകയാണ്. അത്രത്തോളം ദുഃഖം ആ കുട്ടികളുടെ മനസ്സിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. അനന്തു കൃഷ്ണൻ എത്രത്തോളം പ്രിയപ്പെട്ട സഹപാഠിയായിരുന്നു, സുഹൃത്തായിരുന്നു അവർക്ക് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അനന്തുവിനെ വ്യക്തിപരമായി അറിയാത്ത നമുക്ക് ഓരോരുത്തർക്കും അതെത്രത്തോളം ദുഃഖമുണ്ടാക്കുന്നതാണ് ഈ കാഴ്ച എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അനന്തു പഠിച്ച സ്കൂളിലേക്കാണ് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ബിനിൽ, ഇവിടെ കുറേ നേരം വെക്കാൻ സാധ്യതയില്ലല്ലോ അല്ലേ? വളരെ വേഗത്തിൽ കൊണ്ടുപോവുകയായിരിക്കുമല്ലോ ഉദ്ദേശിക്കുക. കാരണം വല്ലാത്തൊരവസ്ഥയല്ലേ, വീട്ടിലേക്ക് കൊണ്ടുപോയി വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? കാണാൻ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 200 താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും തന്നെ അനന്തുവിന് അന്തിമോപചാരം അർപ്പിച്ചു. അവനെ അവസാനമായി ഒരു നോക്ക് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ആംബുലൻസിലേക്ക് തിരികെ കയറ്റുകയാണ്. ഇവിടെ നിന്നും വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ കൊണ്ടുപോകും. അതിനുശേഷം അവിടെയും ഉറ്റവരും സുഹൃത്തുക്കളുമൊക്കെ അവിടെയുമുണ്ട്, ബന്ധുക്കളുണ്ട്. അനന്തുവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന മകനാണ്, സഹോദരനാണ്, മറ്റ് ബന്ധുക്കൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. അവനെയാണ് അവർക്ക് നഷ്ടമായത്. വലിയ വേദനയിലാണ് കുടുംബം ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ കണ്ടതാണ്. ബന്ധുക്കളൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ ആശുപത്രിയിലേക്കൊക്കെ വരുന്നത് വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. കാരണം വൈകുന്നേരം വരെ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവനാണ്. അവൻ സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയി, എന്നും പോകുന്നതാണ്. പോയിട്ട് തിരിച്ച് എന്നും അതേപോലെ തന്നെ മടങ്ങി വരികയും അവന് പ്രിയപ്പെട്ട ഇടം, അല്ലെങ്കിൽ അവന് ഏറ്റവും പരിചിതമായ ഇടമാണ് ഈ വീട്ടിന് സമീപത്തെ, അധികം ദൂരെയല്ലാത്ത 100 മീറ്റർ മാത്രം അകലെയുള്ള ആ തോടും ആ വരമ്പും ആ പറമ്പും ഒക്കെ അവന് ഏറെ പ്രിയപ്പെട്ട ഇടമാണ്, അല്ലെങ്കിൽ അവന് ഏറ്റവും പരിചിതമായ ഇടമാണ്. അവിടെ അത്തരം ഒരു കെണി ഒരുങ്ങി അല്ലെങ്കിൽ കെണി ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ പോലും അവൻ കരുതിയിരുന്നില്ല. ഈ മനീഷിന്റെ, നേരത്തെ ഷോക്കേറ്റ മനീഷിന്റെ വാക്കുകളിൽ തന്നെ നമുക്കറിയാം, സ്ഥിരം പോകുന്ന വഴിയാണ്, സ്ഥിരം മീൻ പിടിക്കാൻ പോകുന്ന ഇടമാണ്, തോടാണ്. അവിടെ മുൻപൊരിക്കലും അത്തരം ഒരു കമ്പി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരം വൈദ്യുതി ഉപയോഗിച്ച് ഇത്തരം കെണിയൊരുക്കുന്നത് അവർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ സ്ഥിരമായി മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഈ ദാരുണമായ ഈ സംഭവം ഉണ്ടാവുകയും അതിനുശേഷം ഷോക്കേറ്റ് അവൻ വെള്ളത്തിലേക്ക് വീഴുകയും അവിടെ തന്നെ അവന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. എന്തായാലും ബാക്കി 2 പേർക്ക് ജീവൻ തിരിച്ചു കിട്ടി. അവർക്ക് അതിലൊന്നാണ് മനീഷ് സംസാരിക്കുന്നത്. നമുക്കറിയാം, അവൻ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്, ബന്ധു കൂടിയാണ്, ഒരു സഹോദരങ്ങളുടെ മക്കളാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവരൊക്കെ വളരെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ബന്ധുവെങ്കിലും സുഹൃത്തായി തന്നെ മുന്നോട്ട് പോയി. അവർ ഒരുമിച്ചാണ് കളിക്കാൻ പോകുന്നത്, ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ പ്രിയപ്പെട്ടവർക്കായി നഷ്ടപ്പെട്ടു അനന്തുവിനെ. എന്തായാലും ഈ സ്കൂളിലെ പൊതുദർശനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റി. അധികം ദൂരെയല്ല വീട്, അവിടേക്ക് ഇപ്പോൾ വിലാപയാത്രയായി തന്നെ കൊണ്ടുപോവുകയാണ്. മറ്റ് പോലീസ് അകമ്പടിയുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും PTA ഭാരവാഹികളൊക്കെ ഇതിനെ അനുഗമിക്കും. അതിനുശേഷം വീട്ടിലേക്കാകും ഈ മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെയും ആളുകൾ കാത്തിരിക്കുകയാണ് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ആംബുലൻസ് സ്കൂളിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് മാത്രമാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. അത്രത്തോളം ആളുകൾ മാത്രമാണ് ഈ അവധി ദിവസത്തിൽ ഇവിടേക്ക് അനന്തുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് വന്നത്. അവർ കണ്ണീരണിഞ്ഞ് ഈർന്നണിഞ്ഞ് അവനെ കണ്ടു, അവനോട് യാത്ര പറഞ്ഞു. പിന്നീട് ഇനി ഒരിക്കലും സ്കൂളിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ, അനന്തുവിന് ദുഃഖമായിരിക്കാം. അധ്യാപകരുടെയും കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കടന്ന് കണ്ണീരായി പുറത്തേക്ക് വന്നത്. എന്തായാലും ഇവിടെ നിന്ന് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മൃതശരീരം വിലാപയാത്രയെ പുറപ്പെട്ടു. ബിനിൽ. ഇപ്പോൾ അനന്തു കൃഷ്ണന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്കൂളിൽ പൊതുദർശനം നടക്കുകയായിരുന്നു. അനന്തു പഠിച്ചിട്ടുള്ള മണിമൂളി സ്കൂളിൽ ഇപ്പോൾ CKHS സ്കൂളിൽ പൊതുദർശനം നടത്തി അനന്തുവിന് അവസാന നോക്ക് കണ്ടിരിക്കുകയാണ് സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ. പലരും അനന്തുവിനേക്കാൾ ഉയർന്ന ക്ലാസ്സിലും താഴ്ന്ന ക്ലാസ്സിലുമുള്ള വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ അനന്തു എത്രത്തോളം പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തിയ മനുഷ്യർ.